everyone, this is Shweta. My name is Inder and welcome to our channel. It's time for Kalam Kaval. Next scene, let's watch it. Let's watch it. That cat. Okay. അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് അച്ഛനെ കുറിച്ച് ചോദിക്കുകയും അച്ഛനെ മിസ് ചെയ്യുന്നതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് വെച്ചുകൂടിയാണ്. Okay. എന്താ പറയാ, പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് വരാനൊരു പേടി പോലെ. Okay. നമ്മൾ അവിടെ കുറച്ചു നേരം സമാനമായിട്ട് സംസാരിച്ചിരിക്കും. അത്ര അല്ല, ആരെങ്കിലും അറിയാവുന്നവർ കണ്ടാലോന്നാ. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ? അതൊക്കെ പറയാം. എന്നാലും ഞാൻ വരില്ല. അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ലാന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ എനിക്കറിയാം. അതൊന്നും ഇഷ്ടമല്ല. എന്നെ വിശ്വാസമില്ല. എന്തൊരു പ്രശ്നം? ഞാൻ കണ്ടില്ല ചിരിക്കുന്നത്. അതെ, പിന്നെ പറയാം. അതെന്താ ഇപ്പൊ പറഞ്ഞ? അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അതൊക്കെ ശരിയായിട്ട് അമ്മ പറയാം കേട്ടോ. എനിക്കെന്താ നിനക്കും കൂടെ ഇഷ്ടമുള്ളൊരു കഥയാണ്. മനസ്സിലായി. എന്ത്? അതൊക്കെ മനസ്സിലായി. എന്താന്ന് പറ. അച്ഛൻ ബേബി He's thinking, tension many. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും സാറേ? എന്ത് ചെയ്താലും അടുത്ത ചവിട്ടി നോക്കാൻ പോകണം. ഇവ ഇത്രയും പെണ്ണുങ്ങളെ വളർത്തിട്ടുണ്ടല്ലേ സാർ? എന്തുമാത്രം പെണ്ണുങ്ങളെ ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇതില് നമ്മൾ ഇത്രയും അലർട്ട് കൊടുത്തെങ്കിലും കൂട്ടത്തിൽ ഒരുത്തി പോലും നമുക്ക് ഒരു ഇൻഫർമേഷൻ തന്നില്ലല്ലോ എന്നുള്ളതാണ് അല്ലേ? അല്ല, പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അവരവരുടെ ലൈഫല്ലേ നോക്കും. അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസിന് കടവിട്ട് കഴിഞ്ഞാൽ ഇടപെടില്ല സാർ. വണ്ടി ഒന്ന് നിർത്തിയാ ഇത് സാർ. Okay. നമുക്കൊന്ന് ഓഫീസിലോട്ട് പോകാം. നമ്മളത് മുട്ടത്ര കേസാണ്. മുട്ടം കേസ്. Okay. അണ്ണാണല്ലേ? ഇല്ല സാർ, ഞങ്ങൾ കുറച്ചാൾ മുമ്പ് കേസിന്റെ കാര്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് രണ്ട് കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മയുടെ ഫോൺ മോഷണം പോയെന്നല്ല പറഞ്ഞത്? അതിൽ ചെറിയൊരു ക്ലാരിറ്റി വരുത്താനുണ്ട്. Okay. ഇതിനൊരു മാർച്ച് 4-നാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഫോൺ മോഷണം പോയി സ്വിച്ച് ഓഫ് ആകുന്നത്. തിയേറ്ററിനെ പിടിച്ച് ഇറങ്ങിയാണ് നമ്മൾ ഓർസാച്ചില്ല. അങ്ങനെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. വൈകിട്ട് തിരിച്ചെത്തുന്നു. അതാണ് അതിന്റെ ഒരു പാറ്റേൺ. അത് കഴിഞ്ഞിട്ടുള്ള മാർച്ച് 4-നാണ് ആ പാറ്റേൺ ബ്രേക്ക് ആയി. അത് കഴിഞ്ഞ് ഫോൺ നേരെ കേരളത്തിൽ പോകുന്നു. അവർ വെച്ച് സ്വിച്ച് ഓഫ് ആകുന്നു. എനിക്കൊന്നും പുരിയില്ല. உங்களுக்கு என்னதான் சார் பிரச்சனை? അതിലോട്ടാണ് ഞാൻ വരുന്നത്. നീ ഒന്ന് ക്ഷമിക്ക്. ഈ ഫോൺ മോഷണം പോയെന്ന് നീ പറഞ്ഞല്ല. ഞങ്ങൾ വിചാരിച്ചത് ഫോൺ മോഷണം പോയ ശേഷമാണ് അതിലോട്ട് ഒരാൾ സ്ഥിരമായി ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഫോൺ മോഷണം പോകുന്നതിന് മുമ്പാണ് അതിലോട്ട് ആൾ സ്ഥിരമായി വിളിച്ചിട്ടുള്ളത്. ആരാണ് വിളിച്ചതെന്നും ആരെയാണ് വിളിച്ചതെന്നും അത് രണ്ടും ഞങ്ങൾക്ക് അറിയണം.
இல்ல சார், அந்த போன் எங்க அம்மா பேர்ல இருந்தாலும் அதை யூஸ் பண்றது நான் தான். போன்ல அப்படியெல்லாம் நமக்கு எதுவும் கால் வந்ததா எனக்கு ஞாபகத்தில் இல்ல சார். Okay. അല്ലണ്ണ ഇത് തമിഴ്നാട് പോലീസിൽ കമ്പൈൻഡ് ആയിട്ട് ഒരു എൻക്വയറി അണ്ണാ സഹകരിക്കായിരുന്ന ഞങ്ങൾ വാറണ്ടായിട്ട് വന്നു അണ്ണനെ പൊക്കിക്കൊണ്ട് പോയി. Okay, he knows അത് മാത്രമല്ല ബിജു, ആ സമയത്ത് തക്കാളി ഒരു ലാബിൽ ബിജുവിന്റെ സഹോദരി ജോലി എടുത്തതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. Oh. അപ്പൊ ദിവ്യയെ അവരുടെ പ്രേമിച്ച് കട്ടിച്ച് പോയി കളഞ്ഞു അല്ലേ? ஆமா சார். ஆனா அதை பத்தி யாரும் தெரியறதுக்கு முன்னாடி அவள் கல்யாணம் பண்ணி கொடுத்துட்டோம். அழகான குழந்தை அப்படி இப்படின்னு சந்தோஷம் வாழ்ந்துட்டு இருக்காங்க. Okay. எதிர்காலத்தை மனசுல வச்சுக்கிட்டு யாருக்கும் தெரியாம மறைச்சிட்டேன் சார். എന്തായാലും ദിവ്യയുടെ അഡ്രസ് ഞാൻ കൊന്നതാണ് ബിജു. சார், தயவு செய்து மறுபடியும் ദിവ്യ നല്ല ഭാഗത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ. അത് അതിന്റെ രീതിയിൽ നമ്മൾ ഡീൽ ചെയ്തോ. Oh, ये बंदी ये थी ना. அண்ணன் எனக்கு ஃபோன் பண்ணி சார் அங்கே போனதை பத்தி சொன்னாரு. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് രണ്ട് ഇൻഫർമേഷൻ എടുക്കാനാണ്. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ദിവ്യ എങ്ങനെയാണ് അവനെ പരിചയപ്പെട്ടത്? நான் வழக்கமா போற பஸ்ல அவரும் அடிக்கடி வந்திருந்தாரு. Train bus travel. கொஞ்ச நாள் என் பின்னாடி வந்து எதுவும் சொல்லல. അന്ന് പിന്നെ എങ്ങനെയാണ് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്? அது சார் அன்னைக்கு நான் வாஷ்ரூம்ல போயிட்டு வரதுக்குள்ள அவர் என்னோட போனும் பேக் எடுத்து எஸ்கேப் ஆயிட்டான். Oh. अच्छा, इसने दवाई नहीं खाई शायद से. நான் எல்லாம் தேடி பார்த்தேன். அது மட்டும் இல்ல, 2 போனும் சுவிட்ச் ஆஃப் தான் இருந்துச்சு. அப்போதான் தெரிஞ்சிச்சு சார், அவர் என்னை ஏமாத்திட்டு போயிட்டார். ഈ വാഷ്റൂം എന്ന് പറഞ്ഞത് ഏത് സ്ഥലത്താ? അത് കാട്ടാക്കിട ബസ് സ്റ്റാൻഡ്. Oh. നിങ്ങൾ വാഷ്റൂമിൽ പോയപ്പോ അവനെന്തെങ്കിലും കഴിക്കാൻ തന്നിരുന്നു? അല്ല ഗുളിക, മിഠായി, അങ്ങനെ എന്തെങ്കിലും? ദിവ്യ, നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. நான் பிரெக்னென்ட் ஆகுறதுக்கு வாய்ப்பு இருக்குன்னு சொல்லி அவர் ஒரு டேப்லெட் தந்தாரு. എന്നിട്ട് എന്താ കഴിക്കാതിരുന്നത്? கையில காசு இல்ல, அதனால இப்ப குழந்தை எல்லாம் வேணாம்னு அவர் தான் சொன்னாரு. ஆனா அம்மா ரிட்டையர் ஆனதுக்கு அப்புறம் கிடைச்சது கொஞ்சம் காசு என் அக்கௌண்ட் தான் போட்டாங்க. Okay. அதை பத்தி அவர்கிட்ட அப்புறம் சொல்லான்னு இருந்தேன். அந்த காசு இருந்த தைரியத்துல தான் சார் இந்த டேப்லெட் நான் சாப்பிடல. അവനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഓർമ്മയുണ്ടോ? அவருக்கு பழைய தமிழ் படத்துல பாட்டெல்லாம் ரொம்ப பிடிக்கும். செம்பரம் படத்துல பாட்டு அடிக்கடி கேட்பாங்க. ഇതല്ലേ കക്ഷി? नहीं. இல்ல சார். അല്ലേ? இல்ல. എങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കണം. അതൊരു പടം വരക്കാനായിട്ട് ഞാൻ ഒരാളായിട്ട് വരാം. ஐயோ, அதெல்லாம் முடியாது சார். நீங்களே இங்க வந்தது என் புருஷனுக்கு தெரிஞ்சா ரொம்ப குழப்பாயிடும் சார். சார் ப்ளீஸ் சார், என்னால முடியாது. അന്ന് അവൻ തന്ന ടാബ്ലറ്റ് കഴിക്കാതിരുന്നത് കൊണ്ടാണ് നമ്മൾ ആ വാഷ്റൂമിൽ ജീവനോടെ കൊടുത്തോളൂ. സൈലന്റ് മിക്സ് ചെയ്ത ടാബ്ലറ്റ് ആണ്. Oh. बच गए. നിങ്ങൾക്കറിയോ, നിങ്ങളെ പോലെ അവനെ വിശ്വസിച്ച് ആ ഗുളിക കഴിച്ച 20 ചെയ്യുന്ന ജീവനോടില്ല. മാത്രമല്ല അവനെപ്പോഴും ഒരു കുഴപ്പമില്ലാതെ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നത്. சார் என்னால முடியுமோ தெரியல சார், ஆனா நான் ட்ரை பண்றேன். भाई अभी बड़ा ब्रेक मिला अभी. ओ बच गई है ना. സാറേ, നമ്മൾ വിചാരിച്ചത്ര ബ്രില്യന്റ് അല്ലെന്നാണ് തോന്നുന്നത്. അതെന്താ? അല്ല, അവൻ ഇങ്ങനെ ഒരു പെണ്ണ് രക്ഷപ്പെട്ട കാര്യം അറിയില്ലല്ലോ. അവൻ വന്നിട്ടില്ല എന്ന് നമുക്കിങ്ങനെ പറയാൻ പറ്റും? അല്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എങ്ങനെയല്ല എന്റെ പുറകെ പോയി കൊല്ലാതെ പോയത്? അവൻ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്റെ പുറകെ പോകില്ല.
Oh. ഞങ്ങൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. நீங்க இல்ல சார், வேற யாரோ சொல்லியிருக்காங்க. அது நான் விஜய்க்குள்ள ஒரு பழைய செக் கேஸ்ல சொல்லி ஒரு அளவுக்கு இப்ப சமாளிச்சிருக்கேன். தயவு செஞ்சு இங்க வராதீங்க சார் ப்ளீஸ். അല്ല ദിവ്യ, ഞങ്ങൾ ആ പടം വരക്കാനുള്ള ആളായിട്ട് അങ്ങോട്ട് വരാനിരിക്കാറുണ്ടല്ലോ. சார் நீங்க என்ன புடிச்சிட்டு போனாலும் இனிமே என்னால உங்களுக்கு ஹெல்ப் பண்ணவே முடியாது. ஹஸ்பண்டுக்கு ஏதாவது தெரிஞ்சிட்டா நானும் என் குழந்தையும் உயிரோட இருக்க மாட்டேன் சார். ப்ளீஸ் உங்க கால் நீ கெஞ்சுறேன். தயவு செஞ்சு என்ன தொல்லை பண்ணாதீங்க. Baba. ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് നിങ്ങളുടെ ബസ്സിൽ കക്കാലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. Okay. ஆமா சார், எனக்கு ஞாபகம் இருக்கு. தொடர்ந்து 5-6 மாசமா இவங்க நான் டியூட்டி பாக்குற பஸ்ல வந்துட்டு இருந்தாங்க சார். ഈ പെണ്ണ് ആ ബസ്സിൽ അവളുടെ കൂടെ സ്ഥിരം സഞ്ചരിച്ചിരുന്ന ഒരുത്തനായിട്ട് അടുപ്പത്തിലായിരുന്നു. അവനറിയോ? அப்படி கேட்டா அந்த பொண்ணோட ஒரு ஆளை அடிக்கடி பார்த்திருக்கேன் சார். ஆனா நீங்க நினைக்கிற ஆளான்ட்டு எனக்கு சரியா ஞாபகம் இல்லை சார். Okay. ஒருவேளை அந்த பொண்ணு கூட வேலை பார்த்த ஆளா இருப்பாங்க. ഉറപ്പാണോ? அப்படிதான் நான் நினைக்கிறேன். ഇതിന്റെ കാര്യമില്ല. Crazy stuff, है रे. ഹലോ സ്റ്റാലിൻ സാറേ. ആ സാറേ, നീ ആ ദിവ്യയുടെ കേസ് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലേ? ഓ, അത് ഞാൻ വിട്ട്. അത് നടക്കില്ല. അപ്പൊ പിന്നെ എന്തിനു? അത് പുതിയ ഒരാളോ വന്നിട്ടുണ്ട്. Oh. ഞാൻ ചുമ്മാ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ബസ്സിലെ കണ്ടക്ടർ ഒന്ന് കണ്ടായിരുന്നേ. പുള്ളിക്ക് ഒരാളെ ഓർമ്മയുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞത് അവളുടെ കൂടെ ജോലി എടുത്തോണ്ടിരുന്ന ഒരുത്തനാണ്. ഞാനൊരു സ്കെച്ച് വരച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആർട്ടിസ്റ്റ് കൂടെ ഉണ്ട്. അത് സ്ഥലം എവിടെയാണ്? 10 കാണിയെന്ന സ്ഥലത്തിന്റെ പേര്. എന്നാ ഞാൻ ഇറക്കാം. हंसी को बुला रहा है. But how he's gonna manage? वही देखना है अभी. अरे ये ना पहुंच जाए पहले. पहुंच गया. नहीं ये तो उसकी उधर है. வாங்க சார். சார், நான் இப்ப அங்க போயிட்டு இருக்கேன் சார். கல்பிரட் டேஞ்சரா மாறதுக்கு எல்லாம் अरे ऐसे. अरे बट हाँ हाँ. ஏதாவது எமர்ஜென்சி வந்தா நான் யூஸ் பண்றேன். हाँ. இதான்னு உறப்பானோ? ஆமா சார், இவன் தான் அன்னைக்கு அந்த பொண்ணு கூட இருந்தான். ആ കറക്റ്റ് സ്ഥലത്ത് എത്തിയല്ലോ. അള്ള കിട്ടി. अब ये कौन है? Okay.
अरे यार क्या पिक्चर है यार, क्या घूम रहा दिमाग मैन। बट अभी ये कौन है नया बंदा? मैं सोच रही अब ये पकड़ा जाएगा, अब पकड़ा जाएगा, बट नहीं, इट गिव्स यू लॉट ऑफ ट्विस्ट यार। एंड नाउ द थिंग इज ओनली क्लाइमेक्स पार्ट इज रिमेनिंग। आई रियली डोंट नो वो पकड़ा जाएगा कि नहीं पकड़ा वो जाएगा। लड़की भी जिंदा बच गई, उसको भी उसने बोलते ना शांत करा दिया। हाँ अरे रे तो रे, कैसे मैं बोला यार? लड़की बच गई तो पॉसिबली पकड़ा जाएगा, हाँ। बट नो, स्टिल ही एस्केप। ही इज वेरी गुड एट ऑल दिस थिंग वेरी स्मार्ट यार। मैन। क्या रोल प्ले किया यार रामोगा सर ने, कड़क कड़क। अभी आई एम एक्साइटेड फॉर द Actually, क्लाइमैक्स। he's the only one who can play this type of role because he हमको भी इतना thinking expression is करवा रहा है। crazy, expression is crazy. Amazing. Okay, now let's wait for the climax, guys. Meanwhile, take care. Bye bye.